വിജയരാഘവന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഒരു വിമർശനമാണ്. അതെങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമായി കോൺഗ്രസ് കാണുന്നു എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത്. 4,10,000 വോട്ടിന് അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടു കൂടിയാണ്. അതാണോ പറയേണ്ടത്? പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം CPM-ന് ഉണ്ടായി തുടങ്ങിയത്? CPM പരസ്യമായി, ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര LDF ആളുകൾ മത്സരിച്ചിട്ടുണ്ട്? SDPI പിന്തുണയോടുകൂടി എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്? കേരളത്തിൽ 3 പതിറ്റാണ്ടായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുള്ളത് LDF-നെയാണ്. ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും LDF സ്ഥാനാർത്ഥിയാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോട് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി CPM-ന് വർഗീയ പാർട്ടിയായി മാറിയത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര LDF സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട്? ഇപ്പോൾ SDPIയുടെ പിന്തുണ ഈരാറ്റുപേട്ടയിൽ SDPIക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ? CPM-ന് ഒരു വാർഡ് കിട്ടിയത് 0 വോട്ടാണ്. CPM സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, മുഴുവൻ വോട്ട് കംപ്ലീറ്റ് ആയിട്ട് SDPIക്ക് വരച്ചു കൊടുത്തു. എത്ര സ്ഥലത്താണ് SDPI ആയിട്ട് ചേർന്ന് ധാരണ CPM ഉണ്ടാക്കിയത്? അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി, അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി. CPM ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത്. CPM-ന് എന്താണ് അവർ പറയുന്നതിൻ്റെ സാങ്കത്യം? അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും. ഇപ്പം എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ജമാഅത്ത് ഇസ്ലാമി വിരോധം, ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ? അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചത്? നിങ്ങൾ 35 ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്ത് നോക്ക്, പത്രസമ്മേളനം എടുത്ത് നോക്ക്. CAA ഇപ്പം CAA കുറിച്ച് മിണ്ടല്ലോ. എന്താ CAA പോയോ? പാർലമെന്റ് ഇലക്ഷനിൽ 35 ദിവസമാണ് CAA എന്ന് പറഞ്ഞത്. അത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ CAA എന്ന് നാവിന്ന് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്തത്? മുഖ്യമന്ത്രിയുടെ പേര് വന്നു എന്ന് പറയുന്ന ഹിന്ദു ലേഖനം, അതിനുശേഷം ഈ CPM നേതാക്കളുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള സമീപനം സംസ്ഥാനത്ത് CPM അതിന്റെ മുഴുവൻ അജണ്ടയും മാറ്റി എന്ന് കരുതുന്നു. അതാണ് കൃത്യമായ ചോദ്യം. അതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം. സെപ്റ്റംബർ 11-ാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു PR ഏജൻസി കൊടുക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച്, സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചൊരു വാർത്ത അല്ലേ? 21-ാം തീയതി മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടത്തുന്നു, ഇതേ കാര്യം പറയുന്നു. 29-ാം തീയതി ഹിന്ദുവിനെ കൊടുക്കുന്നു. ഒരു മാസം, സെപ്റ്റംബറിൽ ഇലക്ഷൻ അല്ല, പിന്നെ ഒക്ടോബർ 4-ാം തീയതി നോർത്തിലെ ഇലക്ഷൻ നടക്കുകയാണ്. ചില സ്റ്റേറ്റിൽ, ഹരിയാനയിലും ജമ്മു കാശ്മീരിലും.